welcome to our new video. Guys, അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബലൂൺ കപ്പ് ചലഞ്ചുമായിട്ടാണ്. 3 കണ്ടസ്റ്റൻസ് ആണ് നമുക്ക് ആസ് യൂഷ്വലി ഉള്ളത്. അസിബ, അസ്ഹിന, അസിഷാൻ. ഓ ആരാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ്? പറയുന്ന മുഖത്തൊരു തട്ടിലൊക്കെ ഒരു കുത്തിട്ടിയതാണ്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് പറഞ്ഞാലേ നമുക്ക് ഏറ്റവും കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ ബലൂണ് വീർപ്പിക്കാം. ഇങ്ങനെ വീർപ്പിക്കാം. എന്നിട്ട് ഇങ്ങനെ വീർപ്പിച്ചിട്ട് ഈ കപ്പിന്റെ ഉള്ളിലിട്ട് വീർപ്പിച്ചത് ഇങ്ങനെ പൊന്തിക്കാം. കൈ കൊണ്ടൊന്നും തൊടരുത്, കപ്പ് കൊണ്ട് മാത്രം ഇങ്ങനെ പൊന്തിച്ചിട്ട് ആദ്യം ഇത് ഇവിടെ വെക്കുക. അങ്ങനെ അങ്ങനെ ഓരോന്ന് കയറ്റി വെക്കുക. അതാണ് ഇന്നത്തെ ചലഞ്ച്. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏറ്റവും കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ തീർക്കുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസിനൊരു സമ്മാനൊക്കെ ഉണ്ട്. ഇതെന്താന്ന് എനിക്കും അറിയില്ല. നമുക്ക് കാത്തിരുന്ന് കാണാല്ലേ? അപ്പൊ ഇങ്ങനെ തുടങ്ങല്ലേ നമ്മള്? ആദ്യം ആരാ തുടങ്ങണേ? ഞാനല്ല ആദ്യം. ഓള് സ്ട്രാറ്റജിക്കൽ പ്ലെയർ ആണ്. ആദ്യം ഞാൻ തുടങ്ങുന്ന. സെക്കൻഡ് ഞാൻ കളിക്കാം. ആൻഡ് തേർഡ് ഓക്കെ. അപ്പൊ ടൈമർ ഓൺ ആക്കല്ലേ? എന്നാ ഞാനാ ഫസ്റ്റ് തുടങ്ങണേ. ജസ്റ്റ് തുടങ്ങണം. അപ്പൊ ഞാൻ തുടങ്ങട്ടെ. റെഡി ആവട്ടെ ഗൈസ്. അപ്പൊ ഞാൻ എന്റെ പച്ച കളറാണ് എടുക്കണേ. എത്ര ലക്ക് ഉണ്ട് നോക്കാം. അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? എനിക്കില്ല, വെയിറ്റ് ചെയ്യേ. ഓക്കെ, കുറച്ച് സ്ട്രെച്ച് ചെയ്യട്ടെ. ബലൂണൊക്കെ നല്ല ടൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നൗ. അതാ ഒന്ന്. അപ്പൊ ഗൈസ് ഇപ്പൊ ഫസ്റ്റ് എടുത്തുക്കണേ. അപ്പൊ 11, 12, 14. അപ്പൊ എത്രാമത്തെ? 4ാമത്തെ എടുത്തു ഗൈസ്. ഇപ്പൊ എത്ര സെക്കൻഡ് കൊണ്ട്? 20 സെക്കൻഡ് കൊണ്ട് ഗൈസ്. സെക്കൻഡ് 30 സെക്കൻഡ് 32. ഇനി 2 കൂടി ഉള്ളു. അപ്പൊ 47 സെക്കൻഡ്, 48, 49. അപ്പൊ ഗൈസ് 50 സെക്കൻഡില് കഴിച്ചിക്കാണ് ഗൈസ്. 50 സെക്കൻഡ്. ഓക്കെ. 50 സെക്കൻഡ്. അപ്പൊ ഇതാണ് നിങ്ങക്ക് തകർക്കാനുള്ളത് കേട്ടോ. അപ്പൊ റെഡി? അടുത്താള് റെഡി? തുടങ്ങിക്കോ. അപ്പൊ ഗൈസ് അടുത്തത് കളിക്കുന്നത് ഞാനാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഈ കോൺഫിഡന്റ് ടൈം സ്റ്റാർട്ട് ചെയ്യണേ? ടൈം സ്റ്റാർട്ട് ചെയ്തോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോ. ഇഷാന്റെ കോൺഫിഡൻസ് കാണാലോ. ഇഷാനെ 10 സെക്കൻഡ് കഴിഞ്ഞൂട്ടാ. 13, 18, 19, 20 സെക്കൻഡ്. 20 മേലെ 25 കഴിഞ്ഞു. നല്ല ലൈൻസിന് നല്ല സ്ട്രെങ്ത് ആണ് ഇങ്ങനെ ബലൂണ് വീർപ്പിക്കണമെന്നുണ്ടെങ്കിൽ. ഈ ബലൂണിനാണെങ്കിൽ നല്ല കട്ടില്ല ബലൂണ്. ഞാനൊന്നും വീർക്കണില്ല. ഇഷാന് 40 സെക്കൻഡ്. 43. ഓ 48. 48 സെക്കൻഡ് കൊണ്ട് 10 കപ്പ് ഞാൻ അടുക്കി വെച്ചിരിക്കുകയാണ്. ഇത് 50 സെക്കൻഡ്. ഞാൻ 48 സെക്കൻഡ്. 2 സെക്കൻഡ് കൊണ്ട് ഗൈസ് ഞാൻ മുന്നിൽ നിൽക്കാണ്. ഞാൻ അടുത്തത് എനിക്ക് സെക്കൻഡിൽ കിട്ടുവോക്കാം. എനിക്ക് സെക്കൻഡ് കിട്ടുന്നതാണ് എന്റെ ഒരു വിശ്വാസം. തുടങ്ങിക്കോ, റെഡിയാക്കിക്കോ. എന്റെ ബലൂൺ തന്നെ എടുക്കണോ? കുറച്ച് ഇങ്ങോട്ട് എടുത്തേക്ക് വെച്ചതാ. അല്ലെങ്കിൽ അങ്ങോട്ട് മുമ്പോട്ട് എടുക്കേണ്ടി വരും. ഹിനതില് പൊട്ടു. ഹിന അപ്പൊ ഗൈസ് ഞാനാണ് ലാസ്റ്റ് കളിക്കാൻ പോണത്. തുടങ്ങാം. ടൈം സ്റ്റാർട്ട് ചെയ്യാനായോ? ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ. ഇല്ല അതൊന്നും ഇല്ല. നോക്കാലോ നമുക്ക്. സ്റ്റാർട്ട് ചെയ്ത് കളിച്ചോ. വീർക്കണില്ലേ? 2 കയ്യിനെ കുറച്ച് ഫാസ്റ്റ് തോന്നുന്നുണ്ട്. ഇതിനൊക്കെ എല്ലാത്തിലും എന്തെങ്കിലും ലൂപ്പോളോൾ ആദ്യമേ കണ്ടച്ചേക്കും. ഇവക്കോള് 20 സെക്കൻഡ് ഏറെ കൊടുക്കണേ. 22 സെക്കൻഡ് ഹിന.
25 കഴിഞ്ഞു. എനിക്ക് ടെൻഷൻ കൂടുതൽ തോന്നുന്നുണ്ട്. 30 കഴിഞ്ഞു. പിന്നെ തോറ്റാലോ? അതാ 40 കഴിഞ്ഞു. അതാ മെല്ലെ ചെയ്തോ ഇജ്ജ് മെല്ലെ ചെയ്തോക്കെ എന്നാ എനിക്ക് ജയിക്കാം. 48 കഴിഞ്ഞു. മുന്നേ 50 കഴിഞ്ഞു. ഓക്ക് ടെൻഷൻ കേറിയതാണ്. ഓക്കല്ലേ ഓക്ക് ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ ഭയങ്കര ടെൻഷനാ. 1 മിനിറ്റും 2 സെക്കൻഡും നല്ല ഗതിയുണ്ടായി ഗൈസ്. അല്ല ഫസ്റ്റ് ഒക്കെ ഭയങ്കര പുലിനെ പോലെ ചീറിപ്പാഞ്ഞ അവസാനായപ്പോത്തിന് ആകെ തട്ടിപ്പ്. എന്താ ടെൻഷൻ അടിച്ചാ? തോൽക്കോ ടെൻഷൻ ഇനി? അപ്പൊ അടുത്ത നമ്മള് സെക്കൻഡ് റൗണ്ട് എന്ന് പറഞ്ഞാല് കുറച്ചുകൂടി സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ ബലൂൺ വീർപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ നേരെ കപ്പിന്റെ ഉള്ളിൽ വെച്ചിട്ടല്ലേ വീർപ്പിച്ചിരുന്നത്. അതിന് പകരം നേരെ ആദ്യം വീർപ്പിക്കുക, എന്നിട്ട് ഇങ്ങനെ വെക്ക, എന്നിട്ട് എടുക്ക. ഓക്കെ, അങ്ങനെ ഇങ്ങനെ സെറ്റ് ആക്കാം കേട്ടോ. റെഡി അല്ലേ? അപ്പൊ കഴിഞ്ഞ റൗണ്ടില് തോറ്റ സന്തോഷത്തില് മുന്നേണ് ഈ റൗണ്ട് ആദ്യം കളിക്കാൻ പോണത്. എല്ലാ കളിയിലും തേർഡ് ആവണ കുട്ടിയാണ് ഗൈസ് ഇത്. പക്ഷെ ഈ കളിയിൽ സെക്കൻഡ് ആയില്ലേ? അതാണ് ഈ കളിയിൽ ഏറ്റവും ലാസ്റ്റ് അത് ഞാന് സമ്മതിച്ചേരണം. അപ്പൊ തുടങ്ങല്ലേ? വലോട്ടോ ടൈം സ്റ്റാർട്ട് ചെയ്യാനായോ? ഓക്കെ, സ്റ്റാർട്ട്. അങ്ങനെയില്ല മുന്നേ. ഓ മറന്നോ? ഒന്നുകൂടി ടൈം സ്റ്റാർട്ട് ചെയ്യാനായോ? 1 2 3 സ്റ്റാർട്ട്. ഓ അങ്ങനെ ടെൻഷൻ അടിക്കണ്ട മുന്നേ. ടെൻഷൻ അടിക്കണ്ടതോ? ആ കയ്യൊക്കെ വറക്കണണ്ടില്ലേ? 15 കഴിഞ്ഞു. ടെൻഷൻ. നാലാമത്തെ എന്താ എടുക്കാൻ വയ്ക്കാത്തത്? അത് കുറച്ചുകൂടെ വീർപ്പിച്ചാളാ. അങ്ങനെയല്ല, കപ്പടൊക്കെ ടെൻഷൻ അടിച്ചതാണ് പ്രശ്നം. സമാധാനത്തോടെ ചെയ്തോ. അപ്പൊ 32 സെക്കൻഡായി. 33, 34. അല്ലെങ്കിൽ ടെൻഷനാണ് മെയിന്. ഇപ്പൊ കറക്റ്റ് കിട്ടിട്ടോ. അപ്പൊ ട്രിക്ക് കിട്ടിട്ടോ. ഓക്കെ, ഇപ്പൊ ട്രിക്ക് കിട്ടിട്ടോക്ക്. ഓക്കെ 50 സെക്കൻഡ് ആണ് കഴിഞ്ഞത്. ഫസ്റ്റ് റൗണ്ടില് ഹിന പൊട്ടി. സെക്കൻഡ് റൗണ്ടിൽ എന്താ ഞാനത് കണ്ടില്ല. കണ്ടില്ല. ഹിനാക്ക് ടെൻഷൻ കൂടുതല. ടെൻഷൻ കൂടിയപ്പോൾ ആകെ പോയി. ഭയങ്കര ടെൻഷനാണ്. ഓക്ക് 5ാം ക്ലാസ് പരീക്ഷയ്ക്ക് വരെ ടെൻഷനാണ്. അടുത്തത് ഹിബയാണ് കളിക്കണത്. ചിന്തടി കൂടെ ചവിട്ടണതടി പറ്റൂലട്ടോ. അപ്പൊ ഗായ്സ് സെക്കൻഡ് റൗണ്ടിൽ ഹിബയാണ് കളിക്കാൻ പോകുന്നത്. സെക്കൻഡ് റൗണ്ടിൽ ഫസ്റ്റ് ഹിന 50 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കി. ഇനി ഇജ് എത്ര സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കും? എൻ്റെ ഒരു ഇത് സീക്രട്ടാ, പറഞ്ഞുതരാൻ പറ്റില്ല. സീക്രട്ടാ. അപ്പൊ തോക്കുന്ന തോന്നണത്. കാത്തിരുന്ന് കാണാം. കളി എടുക്കട്ടെ ബലൂൺ എടുക്കട്ടെ. റെഡി അല്ലേ? റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങിട്ടോ. പെട്ടെന്ന് ഫാസ്റ്റ് ആയിക്കോ. ഗൈസ് 5 6 7 ഗൈസ് ക്ഷമല്ലാത്ത ഒരാളാണ്. പെരും ടെൻഷനാണ്. 15 സെക്കൻഡ് ആയിട്ടും ഒന്ന് പോലും എടുത്തിട്ടില്ല ഗൈസ്. എന്തൊക്കെ കാട്ടുന്നുണ്ട് ഗൈസ്. ഗൈസ് 28 29 30 സെക്കൻഡ് ആയിട്ട് ഇതിങ്ങനെ പോകുകയാണെങ്കിൽ ഓള് പൊട്ടും. ഗൈസ് ഇതില് പൊട്ടോള്. 43 44 46 47 1 മിനിറ്റ് ആവാനായി. 1 മിനിറ്റ്. ഒരു ഓട്ടിയില്ല. എനിക്ക് വെയിക്കണില്ല. അതൊന്നും കളി കൂട്ടില്ല. ഒന്നും കളി കൂട്ടില്ല കേട്ടോ ഗൈസ്. 1 മിനിറ്റും 5 സെക്കൻഡും ആയിട്ടോ ഗൈസ്. എന്താണ് കളിക്കൊരു എനർജി
ഇല്ലാത്തത് എന്താണ്? സെക്കൻഡ് കളിക്കാൻ ഒരു എനർജി ഇല്ലാത്തത്. ഒരു മിനിറ്റും 28 സെക്കൻഡും ആണ്. 1.5 മിനിറ്റ് ആയി കഴിച്ചിട്ട് ആകെ ഓള് ഒന്ന് മാത്രം എടുത്തിട്ടുള്ളൂ. നല്ല ടെൻഷനിൽ 2 ട്രിക്ക് കിട്ടി ഗൈസ്. മീ 1 മിനിറ്റും 44 സെക്കൻഡും ഗൈസ്. എത്രയായി? 2 മിനിറ്റ് ആയി ഗൈസ്. എന്നിട്ട് ഹിമത 5 പോലും വെച്ചിട്ടില്ല ഗൈസ്. പേടിയില്ലേ? കാണാം ഗൈസ്. 2 മിനിറ്റും 2 സെക്കൻഡും. എത്ര സെക്കൻഡ് ആയി? 50 സെക്കൻഡ്. വേൾഡ് റെക്കോർഡാണല്ലോ. വേൾഡ് റെക്കോർഡാണ്. 2 മിനിറ്റും 21 സെക്കൻഡ് ട്ടോ ഗൈസ്. അങ്ങനെ ബലൂണ് ഏൽപ്പിച്ചാ വെക്കണില്ലേ ഗൈസ്? ബലൂണ് ഗൈസ് 2 മിനിറ്റും 40 സെക്കൻഡ് ആയിട്ടോ ഗൈസ്. 2.25 മിനിറ്റ് ആയി ഗൈസ്. പെട്ടെന്ന് ഫാസ്റ്റ് ആയിക്കോ. ഒരു 4 മിനിറ്റിനുള്ളിലേ നമുക്ക് ചെയ്യാൻ നോക്കാം. ഫാസ്റ്റ് ആയിക്കോ. ഗൈസ് ഒന്നുകൂടി ചെറുതാക്കിട്ട് വേണം. അത് മതി. നീ 3 മിനിറ്റ് 6 സെക്കൻഡ് പോയി. അതാ ഇപ്പൊ കൂടുതൽ ബുദ്ധിന്റെ കുട്ടിക്കാന്ന് തോന്നുന്നു. ചെറിയ കുട്ടിക്ക് എല്ലാ വളവും അറിയും. എല്ലാ വളവും അറിയും. അപ്പൊ ഗൈസ് ഇപ്പൊ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് 3 മിനിറ്റും 15 സെക്കൻഡ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു ഞാനും ബലൂണ് തമ്മിൽ അത്ര വലിയ ബന്ധത്തിലല്ല എന്നുള്ളത്. ഇല്ല, ഓള് കൊറേ മുട്ട. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. 3 മിനിറ്റും 15 സെക്കൻഡോളം ചിലവളത് റെഡിയാവും, ചിലവളത് റെഡിയാവില്ല. റെഡി ആയില്ല ഗൈസ്. കഴിഞ്ഞ റൗണ്ടില് ഗൈസ്. ഇപ്രാവശ്യം എത്ര റൗണ്ടാ ഗൈസ്? അപ്പൊ ഗൈസ് സെക്കൻഡ് റൗണ്ടില് ലാസ്റ്റ് ഞാനാണ് കളിക്കാൻ പോകുന്നത്. ഫസ്റ്റ് എനിക്ക് എത്ര സെക്കൻഡ് ആയിരുന്നു ഹിന? 50 സെക്കൻഡ്. ഇത് ഇവിടെ ഒരാളുണ്ട് 3 മിനിറ്റും 15 3 മിനിറ്റും 10 മിനിറ്റ് എനിക്ക്. അപ്പൊ ഗൈസ് കളി തുടങ്ങല്ലേ. ഞാൻ ഇതിന്റെ ബലൂണൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. എന്താവും കാണാലോ. കാണാം. അന്നെന്തായാലും ഞാൻ തോൽപ്പിച്ചു. അപ്പൊ തുടങ്ങിക്കോ. മുന്നേ തോൽപ്പിക്കോ കാണാൻ. റെഡി 1 2 3 സ്റ്റാർട്ട്. തുടങ്ങി ഗൈസ്. ഗൈസ് 10 കഴിഞ്ഞു. 10 സെക്കൻഡ് കഴിഞ്ഞു. 13 സെക്കൻഡ് 14 15 16. എന്നെ പറയല്ലേ, ടെൻഷൻ ആവണ്ടോനെ. ടെൻഷൻ ഉണ്ടാവണില്ല. ഞാൻ എന്തായാലും അന്നെ മറികടക്കും. കാണാലോ. അപ്പൊ ഗൈസ് ഞാൻ ഫാസ്റ്റ് ആക്കാൻ നോക്കട്ടെ. 28. ഞാൻ എന്തായാലും എനിക്ക് മറികടക്കാൻ നോക്കാം. 30 സെക്കൻഡ്. 37. 40 സെക്കൻഡ് ആയി ഇപ്പൊ തന്നെ ഗൈസ്. 45 കഴിഞ്ഞു. മുന്നേ 50 ആട്ടോ. 50 കഴിഞ്ഞു. എന്നാലും സെക്കൻഡെങ്കിലും അടിക്കോ ഇവിടെ. അപ്പൊ ലാസ്റ്റ് ഞാൻ വെക്കാൻ പോകാണ്. അപ്പൊ എത്ര സെക്കൻഡ് ആണ്? 57 സെക്കൻഡ് കൊണ്ടാണ് ഞാൻ സെക്കൻഡ് റൗണ്ട് കംപ്ലീറ്റ് ആക്കിയത്. ഇവിടെ ഒരാളുണ്ട് 3 മിനിറ്റ് ആണ്. ഇവിടെ പ്രോ ഉണ്ട്. അതിനെന്താ 50 സെക്കൻഡ്. അപ്പൊ ഗൈസ് നമ്മള് തേർഡ് റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് റൗണ്ടില് ഞാൻ ജയിച്ചു, സെക്കൻഡ് റൗണ്ടില് ഹിന ജയിച്ചു. അനക്കിഞ്ഞ് ലാസ്റ്റ് തേർഡ് റൗണ്ടിൽ ജയിക്കാനുള്ളൊരു ചാൻസ് നിൽക്കുകയാണ്. ഇതിൽ ജയിക്കുവോ? എന്താണ് എൻ്റെ ഒരു ഇത്? അതൊന്നും എന്നോട് പറയാൻ പറ്റില്ല. അപ്പൊ ഗൈസ് തേർഡ് റൗണ്ടിലത്തെ റൂൾസ് എന്ന് പറഞ്ഞാല് ഈ ബോൾ നമ്മൾ വീർപ്പിച്ചിട്ട് ഈ മുന്നിൽ കാണുന്ന കപ്പ് വീത്തിടുക എന്നാണ്. കാറ്റുവിടുക. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ ഏറ്റവും കുറഞ്ഞ ടൈം കൊണ്ട് കംപ്ലീറ്റ് വീത്തുന്ന ആളാണ് ഇതിൽ ജയിക്കുന്നത്. ഇതിൽ ഞാൻ ജയിക്കും ഗൈസ്. ഇതിലെങ്കിൽ ഞാൻ ജയിച്ചിരിക്കും. ടൈം സ്റ്റാർട്ട് ചെയ്താ ഫസ്റ്റ് ഞാൻ തന്നെ കളിക്കാം ഗൈസ്. 1 2 3 സ്റ്റാർട്ട് ആയിട്ട്. അതാ
6 സെക്കൻഡ്. ഇഷാനെ 10-15 സെക്കൻഡ് കഴിഞ്ഞിട്ടാ. ലാസ്റ്റ് ഒന്ന് 20 കഴിഞ്ഞു. അതെ കഴിഞ്ഞു. 23 സെക്കൻഡ്. 23 സെക്കൻഡ് കൊണ്ടാണ് ഗൈസ് ഞാൻ കംപ്ലീറ്റ് ആക്കിയിരിക്കണത്. അടുത്തത് ഹീനയാണ് കളിക്കാൻ പോകുന്നത്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യല്ലേ ഗൈസ്? ഞാനാണ് അടുത്ത കളിക്കാൻ പോണത്. ഞാൻ തുടങ്ങാണ് കേട്ടോ. ഓക്കെ, ടൈമർ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ ടൈം സ്റ്റാർട്ട്സ് നൗ. മുന്ന തുടങ്ങിക്കോ. ഇഷാൻ 23 സെക്കൻഡ്. അതാ ഒന്നുപോലും വീണില്ല. 10 സെക്കൻഡ്. അത്ര അടുത്ത് കൊണ്ടുപോയില്ലേ, കുറച്ചും ഇങ്ങോട്ട്. 15 സെക്കൻഡ് കഴിഞ്ഞുട്ടോ. ഓന് 23. അതാ ഇവിടെ ഓൾറെഡി 23 കഴിഞ്ഞു. അപ്പൊ ഗൈസ് 27 സെക്കൻഡ് ആയി ഗൈസ്. വീർപ്പിച്ചോ. പിന്നീട് ഗൈസ് കുറച്ചുകൂടി വലുതാക്കി വിട്. ഞാൻ കുറച്ചുകൂടി വലുതാക്കി വിട്. അപ്പൊ എളുപ്പം 38. 38 39. ഒന്നും കൂടി ലാസ്റ്റ് സ്റ്റാൻഡിങ്. കളിച്ചു ഇല്ല. 42 സെക്കൻഡ് ഉണ്ട്. കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അടുത്തത് ഗൈസ്. അപ്പൊ എനിക്കൊരു സ്കോപ്പ് ഉണ്ട് ഇവിടെ. എനിക്കൊരു സ്കോപ്പ് ഉണ്ട്. അനക്ക് എത്രയില് ജയിക്കണം? 23 താഴെ പോയെ. 23 താഴെ ആയി കഴിഞ്ഞാൽ ഇത് ജയിക്കും. ഞാൻ ജയിക്കും ഗൈസ്. അപ്പൊ ലാസ്റ്റ് ഞാനാ കളിക്കാൻ പോണത്. എനിക്ക് ജയിക്കാനുള്ള അവസാന ചാൻസ് ആണ്. അപ്പൊ ഞാൻ എനിക്ക് എഞ്ചില്ല 20 സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ആക്കണം. 20 ഞാൻ കംപ്ലീറ്റ് ആക്കൂട്ടോ. ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചു. എനിക്ക് ശരിക്കും ഒന്ന് കളിക്കാല്ല. അപ്പൊ ടൈം സ്റ്റാർട്ട് ചെയ്യട്ടെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്ത ഹിന. ഗൈസ് പൊട്ടേന്നിട്ടല്ലേ? ഓ 4 കിട്ടി. ഇതില് പൊട്ടി 25 സെക്കൻഡ് 25 സെക്കൻഡ്. 30 സെക്കൻഡ് ആയിട്ടോ ഗൈസ്. ഒന്നും കൂടി 40 സെക്കൻഡ് ഒന്നാണ് guys. എന്തായാലും സെക്കൻഡ് ഇല്ലേ, നല്ല നിർത്താൻ വെച്ചില്ലേ. അപ്പൊ തേർഡ് റൗണ്ടിലെ ഫസ്റ്റ് ഞാന്, സെക്കൻഡ് ഹിബ, തേർഡ് ഹിനയാണ് ഗായ്സ്. ബലൂണും ഞാനും റെഡി ആവാത്തോണ്ടാണ്. അല്ലെങ്കിൽ ഇതിലൊക്കെ ഞാൻ ഫസ്റ്റ് ഇതില് ഫസ്റ്റ് റൗണ്ടില് ഞാനാണ് ജയിച്ചത് ഗായ്സ്. സെക്കൻഡ് റൗണ്ടില് ഹീന ജയിച്ചു. തേർഡ് റൗണ്ടില് ഞാനാണ് ജയിച്ചത്. അപ്പൊ ഈ ഓവറോൾ ഡിന്നർ. ഹലോ ഗൈസ്, അപ്പൊ നമ്മള് ബലൂൺ ചലഞ്ച് ഒരു അന്ത്യായിരിക്കാണ്. 2 ഗെയിമിൽ വിൻ ചെയ്താണ്ട് ഇഷാന് മുന്നോട്ട് വന്നു. ഒരു ഗെയിമില് കഷ്ടി ജയിച്ചു. ഹിബ ഗായ്സ് ഫുള്ളും പൊട്ടി ഗായ്സ്. എല്ലാത്തിലും തോറ്റ് ഞാനാണ് ബാക്കിൽ നിന്ന് നോക്കുമ്പോ ഫസ്റ്റ് ട്ടോ. അപ്പൊ എന്തായാലും നമ്മള് വിന്നർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? തട്ടോ വിന്നർക്ക് ഗിഫ്റ്റ്. അതും എന്റെ ലക്കി ബലൂൺ. പിടിച്ചോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കും തരൂല, ഇത് ഞാൻ ഒറ്റക്ക് തിന്നോ. അല്ലേ പിച്ച് തന്നിട്ട് കൊറേ ആയിക്കോട്ടെ തിന്നോ. അപ്പൊ ഇന്നത്തെ ഗെയിം ഉണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടോ? നിങ്ങളൊക്കെ ജയിച്ചോണ്ട് ഭയങ്കര രസയല്ലേ? ആയിക്കോട്ടെ. ഇതിലൊന്നും ഞാൻ തളരൂല. അപ്പൊ ഗൈസ്, ഇനി ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.